ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം ക്രൈസ്റ്റ് ബ്ലെസ്സസ് എന്ന് പറയുന്ന ചാനലിൽ കൂടി എൻ്റെ അനുഭവ സാക്ഷ്യം പറയുവാൻ ഇങ്ങനെ ഒരു അവസരത്തെ ഒരുക്കിയ സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ നാമത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എൻ്റെ പേര് തിലകരാണി എന്നാണ്. ഞാൻ ജനിച്ച് വളർന്നത് ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലാണ്. എൻ്റെ മാതാവും പിതാവും ശ്രീലങ്കൻ ഫാമിലിയിൽപ്പെട്ട ഒരു തമിഴ് കുടുംബത്തിലുള്ള ആൾക്കാരാണ്. ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലായതുകൊണ്ട് ഒത്തിരി പാരമ്പര്യങ്ങളും ഒരുപാട് വിഗ്രഹ ആരാധനയും കൂടി കടന്നുപോയ ഒരു ഫാമിലിയായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഞാൻ ജനിച്ച് വളർന്നത്. എൻ്റെ അപ്പയും അമ്മയും നല്ല ഒരു ഹിന്ദു ഭക്തരായിരുന്നു എന്ന് പറയാം. യേശുവിനെ കുറിച്ച് അങ്ങനെ ഒന്നും അറിയത്തില്ല. അവർ ആ രീതിയിൽ തന്നെയാണ് ശ്രീലങ്കയിൽ വളർന്നതും. അത് കഴിഞ്ഞിട്ട് അവർ കേരളത്തിൽ താമസം മാറി. അങ്ങനെയാണ് ഞങ്ങൾ ഉണ്ടാകുവാനിടയായത്. എൻ്റെ കൂടെ എനിക്ക് ഒരു ആങ്ങളെയും ഒരു അനിയത്തിയും ഉണ്ട്. ഞാൻ പഠിച്ച് വളർന്നതെല്ലാം തമിഴ്നാട്ടിലാണ്. കേരളത്തിൽ താമസം തുടങ്ങിയെങ്കിലും തമിഴ്നാട്ടിലാണ് പഠിച്ച് വളർന്നതൊക്കെ. +2 വരെ എൻ്റെ പഠനം തമിഴ്നാട്ടിലായിരുന്നു. ആ രീതിയിൽ അങ്ങനെ പോയി. വീട്ടിൽ എൻ്റെ അപ്പനാണെങ്കിൽ നല്ല മദ്യപാനിയായിരുന്നു. പുകവലിയും അധികമായിട്ട് പുകവലിക്കുന്ന ഒരു രീതിയായിരുന്നു അപ്പയുടെ. എങ്കിലും ഒരു ദൈവഭക്തൻ എന്ന് പറയാം. ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ ഹിന്ദുക്കളായിട്ടുള്ള വിഗ്രഹ ആരാധനയിൽ കൂടി നല്ല ഒരു ഭക്തിയായിട്ട് പോകുന്ന ഒരു കുടുംബമായിരുന്നു. എങ്കിലും മദ്യപാനത്തിനോ പുകവലിക്കോ ഒന്നിനും കുറവില്ല. വീട്ടിൽ സമാധാനമില്ല, സന്തോഷമില്ലാത്ത ഒരു അനുഭവത്തിലാണ് ഞാൻ വളർന്നത്. കുഞ്ഞു പ്രായത്തിലെ തന്നെ എന്നെ കൊണ്ട് ഹോസ്റ്റലിൽ പഠിപ്പിക്കുവാനിടയായി. അവിടെയൊക്കെ പഠിക്കുന്ന സമയങ്ങളിലെല്ലാം എൻ്റെ മാതാവിനെ കുറിച്ചും എൻ്റെ കുടുംബത്തെക്കുറിച്ചും വളരെ ഭാരവും ഭീതിയും നിറഞ്ഞ ഒരു അനുഭവമായിരുന്നു എൻ്റേത്. ഞാനിങ്ങനെ ഹോസ്റ്റലിൽ ഇരിക്കുന്നുവെങ്കിലും അവിടെയെല്ലാം എങ്ങനെയെങ്കിലും എൻ്റെ അപ്പ മദ്യപാനത്തിൽ വിടുവിക്കപ്പെടണം, എൻ്റെ കുടുംബത്തിൽ വലിയ ഒരു സമാധാനം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടെ എങ്ങനെയാണ് എനിക്ക് ദൈവത്തെ കണ്ടെത്തുക, ദൈവവുമായിട്ട് എങ്ങനെ ബന്ധം വളർത്താൻ കഴിയും എന്നുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടി ഞാൻ വളരെ ഭാരത്തോടും വേദനയോടും പോകുന്ന ഒരു സാഹചര്യമായിരുന്നു എൻ്റെ കുഞ്ഞിനാളുകൾ. 8ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഹോസ്റ്റലിൽ കുറച്ച് ഫാസ്റ്റർമാരൊക്കെ വന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ഇടയ്ക്ക് വന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പറയും, ഒരു കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം, കർത്താവ് സൗഖ്യദായകനാണ്, കർത്താവ് സമാധാനം തരുന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോകുന്നത് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് വളരെ ഒരു സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, അവിടെ എൻ്റെ കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അവിടെ ബന്ധുക്കോസായിട്ടിരിക്കുന്ന ക്രിസ്ത്യാനികളായിട്ടിരിക്കുന്ന കുറേ കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്. അവർ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, ഒരു വയറുവേദനയോ ഒരു തലവേദനയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, അവർ വേദനയിൽ ഇങ്ങനെ ഭാരപ്പെടുന്ന ആ കുഞ്ഞിനെ നടുക്ക് കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിൻ്റെ മീതെ കൈവച്ച് അവർ പ്രാർത്ഥിച്ചിട്ട് ആ വെള്ളം കുടിക്കാൻ കൊടുക്കും. ആ സമയം തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് ആ വയറുവേദനയും ഏത് വേദനയും മധ്യയിലാണോ ആ കുഞ്ഞുങ്ങൾ ഭാരപ്പെടുന്ന ആ രോഗം അന്നേരം തന്നെ സൗഖ്യമാകുന്നതൊക്കെ കാണുവാൻ ഒരു സാഹചര്യം എനിക്കുണ്ടായി. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിൽ ഇങ്ങനെ ഒരു ചെറിയ ഒരു ആഗ്രഹം തോന്നി. ഈ രോഗസൗഖ്യം തരുന്ന കർത്താവ് എൻ്റെ അപ്പയ്ക്ക് മദ്യപാനത്തിൽ നിന്ന് ഒരു വിടുതൽ തരുവാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യത്തോടു കൂടി ഞാൻ ക്രിസ്തുവിനെ കാണുവാനിടയായി. അതിൽ കൂടി വരുന്ന പാസ്റ്റർമാരോടൊക്കെ എൻ്റെ അപ്പയെക്കുറിച്ച് പറയുകയും ഞാൻ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത്, അങ്ങനെ ദിനകരൻ എന്ന് പറയുന്ന ആ ദൈവദാസനെ ഈ ലെറ്റർ ഒക്കെ എഴുതുവാനിടയായി. ഇങ്ങനെ കത്തെഴുതുന്ന ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു. അവർ കത്തെഴുതും, ഇങ്ങനെ പ്രാർത്ഥന വിഷയങ്ങൾ സമർപ്പിക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കൂടി പോയി. അങ്ങനെ ചെയ്തപ്പോൾ എനിക്കൊരു വിശ്വാസം ഉള്ളിൽ വരുവാനിടയായി. എൻ്റെ കർത്താവ്, അതായത് യേശു ദൈവമാണെങ്കിൽ എൻ്റെ അപ്പയ്ക്ക് പൂർണ്ണമായ ഒരു മദ്യത്തിൽ നിന്ന് വിടുതലും പുകവലിയിൽ നിന്ന് വിടുതലും എൻ്റെ അമ്മയെ ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് നിന്ന് പൂർണ്ണമായി വിടുതൽ തരുവാണെങ്കിൽ ആ യേശുവിന് വേണ്ടി ഞാൻ ജീവിതം സമർപ്പിക്കുമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ ഒരു തീരുമാനം എടുക്കുവാനിടയായി. ആരോടും ഞാൻ പറഞ്ഞില്ല. ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് ആ ഹോസ്റ്റൽ ഒരു വാർഡൻ ഒരു ബന്ധുക്കോസുകാരിയാണ്. പക്ഷേ അവർക്ക് ബന്ധുക്കോസായിട്ടിരിക്കുന്ന പിള്ളേർക്ക്, ക്രിസ്ത്യാനികളായിട്ടിരിക്കുന്ന പിള്ളേർക്ക് മാത്രമേ പള്ളിയിൽ പോകാൻ അനുവാദമുള്ളൂ. അപ്പോൾ എനിക്ക് ഇങ്ങനെ പാട്ടുകളും ഈ ഒരു 5
കുഞ്ഞുങ്ങൾ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ കാണുമ്പോൾ എനിക്ക് അതിനകത്ത് കൂടണമെന്നും അങ്ങനെ ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവരോട് ചെന്ന് പറഞ്ഞാൽ ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് എന്നെ മാറ്റി നിർത്തുമെന്നുള്ള ഒരു പേടി ഉള്ളിൽ ഉള്ളത് കൊണ്ട് ഞാൻ രഹസ്യത്തിൽ തന്നെ അങ്ങനെ പ്രാർത്ഥന മുമ്പോട്ട് പോകുവാനിടയായി. എന്നാൽ എൻ്റെ കർത്താവ് വലിയവനാണ്, അവൻ എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ നന്നായി കണ്ടവനാണ് എന്നുള്ള സത്യം പിന്നീട് ഉള്ള കാലങ്ങളിൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ആ സാഹചര്യത്തിൽ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഒരു ദിവസം AG ചർച്ചിൽ പ്രാർത്ഥനയ്ക്ക് പോകാൻ താല്പര്യമുള്ളവർ പൊക്കോളം പറഞ്ഞ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുവാനിടയായി. ഹോസ്റ്റലിൽ ആ വാർഡനോട് ഞാൻ ചെന്ന് ചോദിച്ചു, എനിക്കും പാട്ടും പ്രാർത്ഥനയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എന്നെയും കൂടെ അനുവദിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ മാഡം പറഞ്ഞു, വേണ്ട, നീ ഒരു ഹിന്ദു അല്ലേ, നീ എന്തിനാ പള്ളിയിൽ പോകാൻ ആഗ്രഹിക്കുന്നത്, നീ വേറെ ചെറുക്കന്മാരെ കാണാൻ വേണ്ടി പോകാനാണോ, അങ്ങനെയൊക്കെ ഒരു രീതിയിൽ എന്നോട് സംസാരിക്കാനിടയായി. ഞാൻ 2-3 പ്രാവശ്യം ആവർത്തിച്ച് ആ മാഡത്തിനോട് പോയി പറഞ്ഞു, എനിക്ക് യേശുവിനെ ഇഷ്ടമാണ്, എനിക്ക് പാട്ട് പാടുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ ഇഷ്ടമാണ്, ഞാൻ അവരുടെ കൂടെ ഒന്ന് പോയിട്ട് വരട്ടെ, ഞാൻ വേറെ ഒരു തെറ്റിലേക്കും പോകില്ല എന്ന് അവരോട് പറയുവാനിടയായി. പറഞ്ഞപ്പോൾ എൻ്റെ ആഗ്രഹങ്ങൾ 2-3 പ്രാവശ്യം അവരോട് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ആ വാർഡൻ എനിക്ക് സമ്മതം തന്നു. അങ്ങനെ ഞാൻ AG ചർച്ചിലാണ് ആദ്യമായിട്ട് കടന്നു പോകുവാനിടയായത്. അവിടെ ചെന്നപ്പോൾ പാട്ടെല്ലാം കേട്ടപ്പോൾ എനിക്ക് വളരെ ഒരു സമാധാനം എൻ്റെ മനസ്സിലുണ്ടാകുവാനിടയായി. ആ സമയത്ത് ഞാൻ ദൈവത്തോട് സമർപ്പിച്ചു, ആർക്കെങ്കിലും ഹൃദയം കൊടുക്കുവാൻ, യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കുന്നവർ കൈ ഉയർത്താൻ പറഞ്ഞ് അങ്ങനെ അവിടെയുള്ള ദൈവദാസന്മാർ പ്രാർത്ഥിപ്പാനിടയായി. ആ ഒരു കുഞ്ഞ് ഹൃദയത്തിൽ എനിക്കും ഒരാഗ്രഹം ഉണ്ടായത്, ഞാനും അറിയാതെ തന്നെ കൈ പൊക്കുവാനിടയായി. അവിടെ നിന്ന് യേശുവിന് വേണ്ടി എൻ്റെ ഹൃദയം കൊടുക്കാനിടയായി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മറന്നു കളഞ്ഞു. പക്ഷേ ദൈവം എന്നെ മറന്നിട്ടില്ല. ആ സാഹചര്യം അന്ന് തൊട്ട് ദൈവം എന്നെ പുറകിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നീടുള്ള നാളുകളിൽ മനസ്സിലാകുവാനിടയായി. വീട്ടിൽ വരുമ്പോഴൊക്കെയും പഴയ ആ ഹിന്ദു രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുവാനിടയായി. അപ്പം അത് കഴിഞ്ഞ് എൻ്റെ പഠനം മുമ്പോട്ട് ഇങ്ങനെ പോകുന്നു. പ്രാർത്ഥനയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൊക്കെയും ദൈവം ഓരോ ദിവസവും എന്നെ അത്ഭുതകരമായി നടത്തിയെന്ന് പറയാം. ഞാൻ ഹിന്ദു അമ്പലത്തിൽ പോകുന്നെങ്കിലും അവിടെയും ഞാൻ യേശുവിനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുവാനിടയായി. വിഗ്രഹത്തിൻ്റെ മുമ്പിലൊക്കെ ഞാൻ വളരെ കരഞ്ഞിട്ടുണ്ട്, എൻ്റെ അപ്പയെ ഒന്ന് വിടുവിക്കണം, മദ്യപാനത്തിൽ നിന്ന് വിടുതൽ തരണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ അമ്പലത്തിലും പോയി ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കും. ആ സാഹചര്യത്തിലും പോയെങ്കിലും അവരുടെ ഒന്നും ഒരു റിസൾട്ട് എനിക്ക് നേടുവാൻ കഴിഞ്ഞില്ല. +2 വരെ ആ പഠനം അങ്ങനെ കടന്നു പോകുവാനിടയായി. +2 കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത ഒരു ഭാരം തോന്നി. കാരണം അവിടെ ഇരിക്കുമ്പോൾ ഞായറാഴ്ച ആരാധനകൾക്കൊക്കെ പോകാൻ എനിക്കൊരു സമാധാനം, ഒരു സന്തോഷം അനുഭവിക്കാനിടയായി. ഇപ്പോൾ വീട്ടിലേക്ക് ഞാൻ മടങ്ങി പോകുമ്പോൾ ഇനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ വല്ലാത്ത ഭാരപ്പെടുവാനിടയായി. എങ്കിലും എൻ്റെ അപ്പയ്ക്ക് ഒരു മാറ്റവും ഞാൻ കണ്ടില്ല. അങ്ങനെ എൻ്റെ ഡിഗ്രി പഠനം തിരുവനന്തപുരത്ത് കോളേജിലേക്ക് മാറ്റുവാനിടയായി. അവിടെ എൻ്റെ പഠനം ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രാർത്ഥനയ്ക്കുള്ള ഒരു അവസരം എനിക്ക് ദൈവം തരുവാനിടയായി. അവിടെ ഞാൻ പ്രാർത്ഥന ഉള്ള കുഞ്ഞുങ്ങളോട് കൂടെ പ്രാർത്ഥനയ്ക്ക് പോകുമായിരുന്നു. ഹിന്ദു അമ്പലത്തിൽ പോകുന്നെങ്കിലും അവരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത അവസ്ഥയിൽ എനിക്ക് ഒരു പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു, യേശു ദൈവമാണെങ്കിൽ എൻ്റെ അപ്പയ്ക്ക് ഒരു പൂർണ്ണമായി വിടുതൽ തരണം, ഇതില്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് ചുമ്മാ മുമ്പോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ, ഞാൻ ഇത്രയും വർഷം മുമ്പ് ദൈവത്തെ ആരാധിച്ച് പോവുകയാണല്ലോ, എങ്കിലും എന്നെ ദൈവം കണ്ടില്ലയോ എന്നുള്ള ഒരു സംശയം വരുവാനിടയായി. എങ്കിലും ഞാൻ വിട്ടുകൊടുത്തില്ല. പൂർണ്ണമായിട്ട് തന്നെ മനസ്സിൽ സമർപ്പിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹം തോന്നി, എനിക്ക് സ്നാനപ്പെടണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കമ്മൽ മാല ഊറാൻ എനിക്ക് മനസ്സില്ലായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോയപ്പോഴാണ് വീട്ടിൽ സമ്മതമില്ലാതെ, അപ്പയും അമ്മയുടെ സമ്മതം ഒന്നുമില്ലാതെ ആരെയും പറ്റില്ല എന്ന് പറഞ്ഞ് അവിടുത്തെ ദൈവദാസൻ ഉറപ്പിച്ച് പറയുവാനിടയായി. അത് കേട്ടപ്പം മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നി. അപ്പയോട് പറഞ്ഞാൽ അപ്പ സമ്മതിക്കില്ല, അമ്മയോട് പറഞ്ഞാൽ അമ്മയും സമ്മതിക്കില്ല. അപ്പോൾ എന്നെ ചെയ്യുമെന്ന് ഓർത്ത് ഞാൻ ഉള്ളിൽ ദുഃഖിച്ചു. ആ സാഹചര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അപ്പ ഒരു മാനസിക രോഗിയുടെ ഒരവസ്ഥയിലേക്ക് വരുവാനിടയായത്. മദ്യം കൂടുതൽ കഴിച്ച് വല്ലാത്തൊരു ഭ്രാന്തൻ്റെ ഒരു അവസ്ഥയിലേക്ക് എൻ്റെ അപ്പ നീങ്ങുന്നത് കാണുവാനിടയായി. ഞാൻ ഒരു ദിവസം ദൈവത്തോട് ചോദിച്ച്, യേശുവേ, നീ ദൈവമാണെങ്കിൽ എൻ്റെ അപ്പ മദ്യപാനം മാറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ അപ്പൻ ഒരു ഭ്രാന്തനെ പോലെ നടക്കുന്നത് കാണുവാനിടയായി? ഇതിനു വേണ്ടിയാണോ നീ എന്നെ സ്നേഹിച്ചത്, നീ ഒരു ദൈവമെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിച്ചത് എന്ന് ദൈവത്തോട് ചോദിക്കുവാനിടയായി. ആ സാഹചര്യത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ
ഒരു ദിവസം എൻ്റെ അപ്പയ്ക്ക് മെൻ്റൽ ഭ്രാന്തൻ്റെ അസുഖമില്ല, ഒരു പൈശാചികൻ്റെ ഒരു ശക്തിയാൽ അങ്ങനെ ആയിപ്പോയി. കുറേ നാളുകളായിട്ട് ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു അനുഭവം, ഓരോരോ വീടുകൾ കയറും, അവരെല്ലാം ഓടിക്കുന്ന അനുഭവം ഇങ്ങനെ വന്നു. മദ്യം കഴിക്കുന്നില്ല, പക്ഷേ ഇങ്ങനെ ഓരോരോ വീട് കയറുകയും ഓരോരോ ഇടങ്ങൾക്ക് ഓടി നടക്കുകയും ഞങ്ങൾ പറഞ്ഞ ഒന്നും അനുസരിക്കാത്ത ഒരവസ്ഥയിലേക്ക് അപ്പൻ മാറുവാനിടയായി. ഞാൻ ദൈവത്തോട് ചോദിച്ചു, മദ്യം മാറാൻ പറഞ്ഞപ്പോൾ ദൈവം അപ്പയും ഒരു പ്രാന്തനാക്കിയോ എന്ന് ഓർത്തിങ്ങനെ ചോദ്യത്തിൻ്റെ മേൽ ചോദ്യം ദൈവത്തോട് ചോദിപ്പാനിടയായി. ആ സാഹചര്യത്തിൽ അങ്ങനെ എൻ്റെ അപ്പ മുമ്പോട്ട് പോയി. ഒരു മാസം പോലും ആയിട്ടില്ല. ആ സാഹചര്യത്തിൽ എൻ്റെ അപ്പ പെട്ടെന്ന് തീരെ ഒരു അവസ്ഥയിലേക്ക് എല്ലാവരും തന്നെ പിടിച്ചു കെട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, നിങ്ങളിങ്ങനെ വിട്ടിട്ട് നടക്കാൻ പാടില്ല, എത്രയും വേഗം നിങ്ങൾ ചികിത്സിക്കണം എന്ന് പറയുവാനിടയായി. അങ്ങനെ ഒരുപാട് മന്ത്രവാദികളെ കൊണ്ടുവന്നൊക്കെ അപ്പയെ അടിക്കുന്ന ഒരു അനുഭവമൊക്കെ കാണുവാനിടയായി. അവർ ഹിന്ദു രീതിയിൽ തന്നെ അവർ ശ്രമിച്ചു, എങ്കിലും അപ്പയ്ക്ക് അത് മാറ്റം വരുന്നില്ല. അപ്പയ്ക്ക് ഒരു മാറ്റം വരുന്നില്ല. ഞാൻ ഒരുപാട് കരഞ്ഞു. എന്നെ എല്ലാവരും ഒരു മുറിയിലിട്ട് അടയ്ക്കുവാനിടയായി. അപ്പയെ അടിക്കണ്ട, അപ്പയ്ക്ക് യേശുവിൻ്റെ അടുത്ത് വന്നാൽ വിടുതൽ ഉണ്ടാകുമെന്നൊക്കെ ഞാൻ പറയുന്നെങ്കിൽ ആരും അത് കേൾക്കുവാൻ തയ്യാറായില്ല. എങ്കിലും അവരിങ്ങനെ അപ്പയെ അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. എങ്കിലും അതിനകത്തൊന്നും പൂർണ്ണമായി ഒരു വിടുതൽ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. പിന്നെ അപ്പയ്ക്ക് മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ച് എൻ്റെ ആങ്ങളെയും എൻ്റെ അമ്മയും കൂടെ ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനിടയായി. അന്ന് എൻ്റെ ഡിഗ്രി ഫസ്റ്റ് ഇയറാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ എൻ്റെ അപ്പ മെൻ്റൽ ഹോസ്പിറ്റലിൽ ഒരു രോഗിയായിട്ട് അഡ്മിറ്റ് ആകുവാനിടയായി. ഞാൻ ഫസ്റ്റ് ഇയർ പഠനം തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ അപ്പ ഒരു മെൻ്റൽ രോഗിയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. എൻ്റെ ഹോസ്പിറ്റലും തമ്മിൽ 1 കിലോമീറ്റർ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് എനിക്ക് നടന്നു പോയി അപ്പയെ കാണാൻ കഴിയും. ആ ഒരു സാഹചര്യത്തിൽ വന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കടന്നു പോയപ്പോൾ അപ്പം തീരെ ഈ മെൻ്റൽ ഇല്ലാത്ത ആൾക്ക് ഒരു മെൻ്റലിൻ്റെ ഇഞ്ചക്ഷൻ കൊടുത്തപ്പോൾ അപ്പം ഒരു ആരോഗ്യമില്ലാത്ത സ്ഥിതിയിലേക്ക് അപ്പം മാറ്റപ്പെട്ടു. ആ ഒരു സാഹചര്യം വന്നപ്പോൾ അപ്പയെ അവർ പറഞ്ഞു, ഇത് എന്നാന്നറിയത്തില്ല, ഒരു മെൻ്റലായിട്ടുള്ള ഒരു പ്രോബ്ലവും ഈ മനുഷ്യനിൽ കാണുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഇത് അമിതമായ മരുന്നുകളൊക്കെ ഇങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ ആൾ തട്ടിപ്പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ് അവർ റെഫർ ചെയ്ത് വിടുവാനിടയായി. ആ ഹോസ്റ്റലിൽ ഇരുന്നാലും അപ്പ എന്നെ കാണുവാൻ വേണ്ടി ഓടി ഓടി ഹോസ്റ്റലിലേക്ക് വരുമായിരുന്നു. മെൻ്റൽ ഹോസ്പിറ്റലിൽ പിടിച്ചു നിർത്താൻ പറ്റൂല അപ്പയെ, അതുപോലത്തെ ഒരവസ്ഥയിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഇഞ്ചക്ഷൻ കൊടുത്ത് അവർ കിടത്തിയപ്പം അപ്പ അങ്ങനെ കിടന്ന അവസ്ഥയിൽ തീരെ വയ്യാത്ത ഒരവസ്ഥയിൽ ഭക്ഷണം കഴിക്കാതെയും ഈ മെൻ്റലിൻ്റെ ഇഞ്ചക്ഷനും മരുന്നുകളൊക്കെ ഓവർ ഡോസായിട്ട് അപ്പയുടെ ശരീരത്തെ തളർത്തുവാനിടയായി. അങ്ങനെ അപ്പയ്ക്കൊന്നും ഭക്ഷണം കഴിക്കാനോ എഴുന്നേറ്റ് നടക്കാനോ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വന്നപ്പോൾ അപ്പയെ കൊണ്ട് മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിറ്റ് ആക്കുവാനിടയായി. അവിടെ ചെന്നപ്പോൾ മൂക്കിൽ കൂടി ട്യൂബ് ഇട്ടാണ് അപ്പോൾ ഭക്ഷണമൊക്കെ കൊടുക്കുവാനിടയായത്. അന്ന് ഞാൻ ദൈവത്തോട് തീരുമാനിച്ചു, മദ്യം ആ സമയങ്ങളിലൊക്കെ മദ്യം കഴിക്കാറില്ല. പക്ഷേ അപ്പം മെൻ്റൽ രോഗിയായിട്ട് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ പോയി അബോധാവസ്ഥയിലായി. മൂക്കിൽ കൂടി ട്യൂബ് ഇട്ടപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ്, ഈ അവസ്ഥയിലേക്ക് ആക്കാനാണോ എൻ്റെ അപ്പയെ ഞാൻ യേശുവിനെ അറിഞ്ഞത് എന്ന് പറഞ്ഞ് വല്ലാത്ത ദുഃഖിച്ച് വേദനിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നു. ആ സാഹചര്യത്തിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ സ്നാനപ്പെടാത്ത കൊണ്ടാണോ ദൈവം എൻ്റെ അപ്പയെ ഇങ്ങനെ ശിക്ഷിക്കുന്നതെന്ന് ഓർത്തിട്ട് ഞാൻ ദൈവദാസനോട് പറഞ്ഞ്, എൻ്റെ അപ്പയ്ക്ക് പൂർണ്ണമായി എൻ്റെ അപ്പ മെഡിക്കൽ കോളേജിൽ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ സ്നാനപ്പെടുമെന്ന് തീരുമാനം എടുക്കുവാനിടയായി. അങ്ങനെ തീരുമാനം എടുത്തിട്ട് എൻ്റെ അപ്പയുടെ മുമ്പിലിരുന്ന് ഞാൻ കരഞ്ഞിട്ട് ഇങ്ങനെ പോന്നു. അന്ന് ദൈവദാസൻ കുറേ വചനങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അവർ പറഞ്ഞ്, സ്നാനപ്പെടാനുള്ളവരൊക്കെ നിങ്ങൾ ഒരുങ്ങിക്കോണം, 2-3 ദിവസം ഉപവാസ പ്രാർത്ഥന ഉണ്ട്, അത് കഴിഞ്ഞിട്ട് സ്നാനമുണ്ട് എന്ന് പറയുവാനിടയായി. അപ്പം ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഈ തീരുമാനത്തോട് ഞാൻ ഈ ദിവസങ്ങളിൽ വരുന്ന സ്നാനം അത് ഞാൻ സ്നാനപ്പെടാൻ പോവുകയാണ്. അതിനു മുമ്പ് എൻ്റെ അപ്പയുടെ റിസൾട്ട് കണ്ടാൽ മാത്രമേ ഞാൻ സ്നാനക്കുളത്തിൽ ഇറങ്ങുകയുള്ളൂ എന്ന് ദൈവസന്നിധിയിൽ തീരുമാനം എടുത്തു. ആരോടും ഞാൻ പറഞ്ഞില്ല. പക്ഷേ സ്നാനത്തിനുള്ള ക്ലാസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ആ ദേവദാസന്മാർ ക്ലാസ് നടത്തുന്നു, ഞാനും പോയി കൂടുന്നു, പ്രാർത്ഥന എല്ലാം കഴിഞ്ഞു. നാളത്തെ ദിവസമാണ് സ്നാനത്തിൻ്റെ. ഇന്ന്
നാളെ സ്നാനമാണെങ്കിൽ ഇന്നത്തെ ദിവസം എൻ്റെ അപ്പ അവിടെ നിന്ന് പൂർണ്ണ ആരോഗ്യമുള്ളവനായിട്ട് അവിടെ നിന്ന് ഡിസ്ചാർജായി എൻ്റെ അടുത്ത് ഹോസ്റ്റലിലേക്ക് മടങ്ങി വന്ന ഒരു അനുഭവം എനിക്ക് കാണുവാനിടയായി. അന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു, നീ വിശ്വസ്തനാണ്, യേശു ജീവിക്കുന്ന ദൈവം എന്നുള്ള കാര്യം ദൈവം എനിക്ക് അതിനകത്ത് നിരൂപിച്ച് തന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ അപ്പയുടെ സമ്മതത്തോടു കൂടി ഞാൻ സ്നാനപ്പെടും എന്ന് പറഞ്ഞ് ഞാൻ ആ ദേവദാസൻ്റെ മുമ്പിൽ തന്നെ എൻ്റെ അപ്പയും അമ്മയും കൂട്ടിക്കൊണ്ട് പോകാനിടയായി. അവരോട് പറഞ്ഞ്, നിങ്ങളുടെ മകളുടെ വിശ്വാസം വലിയതാണ്, ഈ കൊച്ചിങ്ങനെ ഒരു ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, അതുകൊണ്ട് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ മാത്രമേ നാളെ ആ പെണ്ണിനെ ഞങ്ങൾ സ്നാനപ്പെടുത്തുകയുള്ളൂ, നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് ചോദിപ്പാനിടയായി. അപ്പോൾ എൻ്റെ അപ്പ പറഞ്ഞു, ഞങ്ങൾ ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർന്നവരാണ്, ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ സ്നാനപ്പെടണമെന്ന് ഇവൾ എടുത്ത തീരുമാനമാണെങ്കിൽ ഞാനിങ്ങനെ ജീവിച്ച് തിരിച്ചു വന്നത് അങ്ങനെ ഒരു ദൈവഹിതമാണെങ്കിൽ അവളെ സ്നാനപ്പെടുത്തിക്കുക, അതിന് ഞങ്ങൾ തടയുന്നില്ല എന്ന് പറയുവാനിടയായി. അങ്ങനെ പറഞ്ഞപ്പോൾ ആ ദൈവദാസൻ എന്നെ സന്തോഷത്തോട് സ്നാനക്കുളത്തിലേക്ക് ഇറക്കുവാനിടയായി. അങ്ങനെ ആ സ്നാനത്തോട് ഞാൻ എൻ്റെ ആഭരണങ്ങളൊക്കെ ഊരി വെപ്പാനിടയായി. അന്ന് തൊട്ട് ഞാൻ ഹോസ്റ്റലിൽ പോകുമ്പോൾ കമ്മൽ മാലയിടാതെ ഇങ്ങനെ പോകുന്ന ഒരു അനുഭവമായിരുന്നു. പക്ഷേ എൻ്റെ കൂട്ടുകാരെല്ലാം കളിയാക്കുവാനിടയായി. എൻ്റെ ബന്ധുക്കാർ, എൻ്റെ അപ്പയുടെ അമ്മയുടെ ആൾക്കാർ എല്ലാവരും എന്നെ വേദനിപ്പിച്ചു. കമ്മൽ മാലയും ഇതെല്ലാം ഊരാതെ ഊരിയിട്ട് നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ വേഷം കുട്ടി നടക്കുന്നത് എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വല്ലാത്ത വേദനയും ദുഃഖവും പഠിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഞാൻ കഴിഞ്ഞു പോകുവാനിടയായി. എങ്കിലും എൻ്റെ അപ്പയ്ക്ക് ദൈവം തന്ന സൗഖ്യത്തെ ഓർത്ത് ദൈവത്തെ ഞാൻ അധികമായി സ്തുതിക്കുവാനിടയായി. എന്തായാലും എൻ്റെ ദൈവം വിശ്വസ്തനാണ്, എൻ്റെ അപ്പയെ സൗഖ്യത്തോട് മടക്കി കൊണ്ടുവന്നല്ലോ എന്നോർത്ത് ഞാൻ ദൈവത്തോട് വളരെ സന്തോഷത്തോട് പിന്നെ ഞാൻ ആരാധനയിൽ കടന്നു പോകുവാനിടയായി. ആ സാഹചര്യത്തിൽ പിന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് എൻ്റെ വീട്ടിൽ തന്നെ പ്രതികൂലം ഉണ്ടാകുവാനിടയായി. പ്രാർത്ഥനയ്ക്ക് അപ്പം പിന്നെയും ആരോഗ്യമുള്ളവനായിട്ട് തിരിച്ചു വന്നപ്പോൾ പിന്നെയും മദ്യം തുടരുവാനിടയായി. അമ്മയെ ഉപദ്രവിക്കും. പലപ്പോഴും ഞാൻ ഹോസ്റ്റലിൽ നിന്ന് അവധിക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ അപ്പ വല്ലാത്ത കുടിച്ചിട്ട് വന്നിട്ട് അമ്മയെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്ന അവസ്ഥയൊക്കെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത വേദന തോന്നി. എൻ്റെ അപ്പയ്ക്ക് അന്ന് അബോധാവസ്ഥ വന്നപ്പോൾ അപ്പ മരിച്ചു പോയിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലോ, തിരിച്ചു കൊണ്ടുവരണ്ടായിരുന്നല്ലോ, പിന്നെയും മദ്യപാനത്തിലായല്ലോ എന്ന് ഓർത്ത് വല്ലാത്ത പിന്നെയും ഞാൻ ദൈവത്തോട് വല്ലാത്ത ഒരു വിഷമങ്ങളും ഭാരങ്ങളും പറയുവാനിടയായി. എന്തിനാ കർത്താവെ അപ്പയെ തിരിച്ചു കൊണ്ടുവന്നേ, അപ്പ മരിച്ചു പോയിരുന്നെങ്കിൽ ആ ഒരു സങ്കടം മാത്രമേ എനിക്ക് ഉണ്ടാവില്ലായിരുന്നല്ലോ, പിന്നെയും അപ്പയെ കൊണ്ടുവന്നത് കൊണ്ട് അമ്മയും വേദന അനുഭവിക്കുവാണല്ലോ എന്ന് ഓർത്ത് അമ്മ ആ രീതിയിൽ മുമ്പോട്ട് പോകുവാനിടയായി. കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഡിഗ്രി പഠനം തീരാറായി. അവസാന സമയത്ത് ഞാൻ വീട്ടിൽ വരുന്ന സമയത്ത് ഞാനിങ്ങനെ ഓർത്ത് ആ സാഹചര്യങ്ങളിലെല്ലാം ഈ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ആ 3 വർഷവും എനിക്ക് ഞായറാഴ്ച ആരാധനയ്ക്ക് ഒരു മുടക്കവും വരുത്താറില്ല. ആരാധനയെല്ലാം ഞാൻ കടന്നു പോകും. ആ സമയങ്ങളിലൊക്കെ ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഫ്രീ ടൈം ആണെങ്കിൽ ഞങ്ങൾ സുവിശേഷം പറയാനും ട്രാക്ട് വിതരണത്തിന് വേണ്ടിയൊക്കെ ദേവദാസൻ ഞങ്ങൾ കൊണ്ടുപോകുവാനിടയായി. അങ്ങനെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് വളരെ സന്തോഷം തരുന്നതായിരുന്നു. അങ്ങനെ ഒരു ദിവസം മെഡിക്കൽ കോളേജിൽ ട്രാക്ട് കൊടുക്കാൻ പോയപ്പോൾ ഒരു മഞ്ഞപ്പിത്തം പിടിച്ച ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കടന്നു പോകുവാനിടയായി. അവിടെ ചെന്നപ്പം അവിടെയുള്ള എല്ലാവരും മഞ്ഞ കളറിൽ കണ്ണൊക്കെ മഞ്ഞിച്ചിരിക്കുന്ന ഒരു അനുഭവം കാണുവാനിടയായി. അവർക്ക് വേണ്ടിയെല്ലാം ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോന്നു. 3 വർഷം കഴിഞ്ഞ് അവസാന എൻ്റെ പഠനം തീർന്ന് വീട്ടിലേക്ക് പോരാറായപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഇനി എന്ത് ചെയ്യും, വീട്ടിലേക്ക് പോയാൽ എനിക്ക് പ്രാർത്ഥനയ്ക്കുള്ള സ്വാതന്ത്ര്യം ഇല്ലാതെ വരും എന്നൊക്കെ ഓർത്ത് ഞാൻ വല്ലാത്ത ഭാരപ്പെടുവാനിടയായി. വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഒരു മഞ്ഞപ്പിത്ത രോഗിയായിട്ടാണ് ഞാൻ വീട്ടിൽ വരുവാനിടയായി. എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും വല്ലാത്ത വേദനയായി. പഠിക്കുവാൻ 3 വർഷം വിട്ട് അവൾ ഡിഗ്രി പാസ്സായി. അവൾ ഒരു ജോലിയിൽ പ്രവേശിക്കുമെന്ന് ഞങ്ങൾ സന്തോഷിച്ചിരുന്നപ്പോൾ അവൾ ഒരു രോഗിയായിട്ടാണല്ലോ കടന്നു വന്നതെന്ന് ഓർത്ത് വല്ലാത്ത നിരാശയായി. ഒരുപാട് പൈസകളൊക്കെ എനിക്ക് വേണ്ടി മുടക്കി പഠിപ്പിച്ചെങ്കിലും വേണ്ട റിസൾട്ട് ഞാൻ അവർക്ക് തരുവാനിടയായില്ല. ആ ഒരു സാഹചര്യത്തിൽ പോയപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ വിഷമങ്ങളും ഭാരങ്ങളും പിന്നെയും ഞാൻ ദൈവത്തോട് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. എന്തായാലും
മഞ്ഞപ്പിത്തം വന്നപ്പോൾ ചികിത്സിക്കാതെ ഇരിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ എൻ്റെ അപ്പ ഭയങ്കര ഒത്തിരി സ്നേഹിക്കുന്നതാണ്. മൂത്ത പൈതലായതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് 2 വർഷം കഴിഞ്ഞു ഉണ്ടായ ഒരു കൊച്ചാണ്. ആദ്യമായിട്ട് ഉണ്ടായതുകൊണ്ട് എന്നെ ബാക്കി 2 മക്കളെക്കാൾ കൂടുതൽ സ്നേഹിക്കുവാൻ ഇടയായി. ആ അപ്പ എനിക്കൊരു മഞ്ഞപ്പിത്ത രോഗം വന്നപ്പോൾ വല്ലാത്ത തളർന്നു പോകുവാനിടയായി. അപ്പോൾ ഒത്തിരി ഡോക്ടർമാരെ കൊണ്ട് കാണിക്കുകയും ഒത്തിരി ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ചികിത്സിക്കുവാനിടയായി. ഒറ്റമൂലി മരുന്നായിട്ടും അല്ല ഒത്തിരി മെഡിസിൻസൊക്കെ എനിക്ക് തരുവാനിടയായി. അതൊക്കെ കഴിച്ചിട്ടും ഒരു മാറ്റവും ഇല്ലാത്ത അവസ്ഥയിൽ ഞാൻ കിടന്ന കിടപ്പിലേക്ക് മാറുവാനിടയായി. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് നാളുകളായിട്ട് ബൈബിളൊക്കെ ഞാൻ അവധിക്കൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കും. അപ്പോൾ ബൈബിൾ വായിക്കാൻ എൻ്റെ ആങ്ങളെ സമ്മതിക്കില്ല. അവന് എപ്പോഴും പറയും, നീ ക്രിസ്ത്യാനിയെന്ന് വെച്ചാൽ അത് ഹോസ്റ്റലിൽ വെച്ചോണം, ഇവിടെ വന്നിട്ട് ഒരു പരിപാടിയും പറ്റിയല്ല എന്ന് പറഞ്ഞ് എന്നെ അവനത് പ്രാർത്ഥിക്കാനോ അവൻ അന്യഭാഷ സംസാരിക്കാനോ അങ്ങനെ ഒരു സാഹചര്യം അവന് എനിക്ക് തരാറില്ല. അവന് ഒരുപാട് എന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ അവിടെ വന്നിട്ട് സൈലൻ്റ് ആയിട്ടിരിക്കും. പക്ഷേ ബൈബിൾ എൻ്റെ മുറിയിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലിരിക്കുമ്പോഴാണ് എനിക്കിങ്ങനെ മഞ്ഞപ്പിത്തം കൂടുവാനിടയായത്, ഞാൻ കിടപ്പാകുവാനിടയായതും. ആ സാഹചര്യത്തിൽ എൻ്റെ അപ്പ പറഞ്ഞു, അതിനു മുമ്പ് ഇടപെട്ട ഒരു കാലങ്ങളിൽ എനിക്കൊരു കല്യാണ ആലോചന വന്നു. അപ്പോൾ ആ ആലോചനയിലേക്ക് മുമ്പോട്ട് പോകണം എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അപ്പ മെൻ്റൽ രോഗിയായിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകാനിടയായത്. അപ്പം അതിൻ്റെ ഇടയിൽ ഈ ഹിന്ദുക്കളായതുകൊണ്ട് അവർ ജാതകം നോക്കുന്ന ഒരു സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ജാതകം എടുത്തുകൊണ്ട് പോയിട്ട് ജോഷിൻ്റെ അടുത്ത് കൊടുത്ത് നോക്കിയപ്പോൾ അവർ പറഞ്ഞു, ഇവർക്ക് ചൊവ്വ ദിവസമുണ്ട്, ചൊവ്വ ദിവസം ഉള്ളത് കൊണ്ട് ഇവർക്ക് കല്യാണം നടക്കില്ല. അഥവാ കല്യാണം നടന്നാൽ തന്നെ ആ ഹസ്ബൻഡ് കല്യാണം കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ മരിച്ചു പോകും എന്ന് പറയുവാനിടയായി. അങ്ങനെ മുമ്പോട്ട് പോയപ്പോൾ ഈ രോഗവും പിടിച്ച് ഞാൻ വീട്ടിൽ വരുന്നു. ആ ഒരു സാഹചര്യം ഇരിക്കുമ്പോഴാണ് ഒത്തിരി പ്രശ്നങ്ങളും. അപ്പോൾ എൻ്റെ അപ്പയോട് ആരോണ്ടോ പറഞ്ഞു, അവൾക്ക് രോഗമല്ലായിരിക്കും, ഇത് എന്തോ ഒരു പൈശാചികം പിടിച്ചിരിക്കുന്ന, അവൾ മതം മാറി ബന്ധുവോസിലേക്ക് ഇവൾ സ്നാനപ്പെട്ടത് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരുന്നത്. അതുകൊണ്ട് എത്രയും വേഗം അവളെ മടക്കി കൊണ്ടുവരണം, ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലേക്ക് തിരിച്ചവളെ കൊണ്ടുവരണം. അതുകൊണ്ട് ഈ സ്നാനപ്പെട്ട കൊച്ചിനെ നിങ്ങൾ ഒരു മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോയി അവളെ എങ്ങനെയെങ്കിലും വശത്താക്കി നിങ്ങൾ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് അപ്പയോട് പറഞ്ഞു കൊടുക്കുവാനിടയായി. അങ്ങനെ എൻ്റെ അപ്പ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇത് ചികിത്സിക്കുന്നതിന് ഭേദം നമ്മൾ ഒരു മന്ത്രവാദിയുടെ അടുത്ത് പോയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് അവർ തമിഴ്നാട്ടിൽ ചെന്ന് ഒരു മന്ത്രവാദിയെ കണ്ട് എനിക്ക് വേണ്ടി ഒരു പൂജ നടത്താൻ അവർ തീരുമാനിച്ചു. ഈ ക്രിസ്ത്യാനിറ്റി ഞാൻ ഈ സ്നാനപ്പെട്ടത് കൊണ്ട് തന്നെയാണ് അവർ ഹിന്ദുവിലേക്ക് മടക്കി കൊണ്ടുവരണമെന്ന് പറഞ്ഞ് അവർ തിരിച്ച് എന്നെ കൊണ്ടുപോയില്ല. ഒരു മന്ത്രവാദിയെ കണ്ട് എല്ലാ കാര്യങ്ങളും പൂജ കർമ്മങ്ങളൊക്കെ ചെയ്യുവാനിടയായി. അന്ന് രാത്രി അന്ന് ഫോണുമായിട്ട് ഒരു കണക്ഷൻ ഇല്ലാത്ത ഒരു സമയമാണ്. ആ സാഹചര്യത്തിൽ അവർ മന്ത്രവാദിക്കും ഞങ്ങൾക്കും കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ പെട്ടെന്ന് അവർ പറഞ്ഞു, ഫോണൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർ കുറേ സാധനങ്ങൾ ഇങ്ങനെ എഴുതി തന്നു, പൂജ കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കി. ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് മേടിച്ച് തരണം. ഇന്ന് രാത്രി 12 മണിക്കാണ് ഈ പൂജ തുടങ്ങുന്നത്. അതുകൊണ്ട് കൊച്ചിനെ നിങ്ങൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് ആ മന്ത്രവാദി പറഞ്ഞു വിടുവാനിടയായി. അന്ന് രാത്രി എൻ്റെ അപ്പ കുറേ ലിസ്റ്റ് അവർ പറഞ്ഞ എല്ലാ ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുത്തിട്ട് വീട്ടിലേക്ക് വന്നു. എന്നോടൊന്നും പറഞ്ഞില്ല. അന്ന് രാത്രി 12 മണിക്ക് അവർ പൂജ അങ്ങ് തുടങ്ങി. തമിഴ്നാട് എന്ന് പറയുമ്പോൾ കുറേ കിലോമീറ്റർ അകലെയാണ്, പക്ഷേ എൻ്റെ വീട് അവിടെയും തമ്മിൽ കുറേ അകലെയാണ്. എങ്കിലും അന്ന് രാത്രി ആ സമയമായപ്പോൾ ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ട് കട്ടിലിനെ ചുറ്റിലും ഞാൻ മരിക്കണം എന്നെ കത്തിക്കുക എന്ന് പറഞ്ഞ് ഞാൻ കട്ടിലിനെ ചുറ്റി ഓടുന്ന ഒരു അനുഭവം ഉണ്ടായി. അമ്മയോട് ഞാൻ തീപ്പെട്ടി ചോദിക്കുവാണ്, എന്നെ കത്തിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ കട്ടിലിനെ ചുറ്റി ഓടുന്ന ഒരു അനുഭവമായി. അപ്പയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അമ്മയ്ക്കും എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ ഓടി നടക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ സമയത്ത് മന്ത്രവാദിയെ കോണ്ടാക്ട് ചെയ്യാൻ ഒരു ഫോൺ നമ്പറോ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥ, ചെന്ന് പറയാനുള്ള സാഹചര്യവും ഇല്ലാത്ത ഒരു സാഹചര്യം ആയി.
എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. അത് എൻ്റെ അപ്പയ്ക്ക് അന്നേരം എൻ്റെ കർത്താവ് അപ്പയുടെ ഹൃദയത്തിൽ സംസാരിപ്പാനിടയായി. മന്ത്രവാദിയുടെ അടുത്ത് പോകുന്നതിനേക്കാൾ എപ്പോഴും ഈ കൊച്ച് ബൈബിൾ വായിക്കുന്ന കൊച്ചാണല്ലോ, അങ്ങനെയാണെങ്കിൽ ഈ ബൈബിൾ എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്ത് നോക്കാം, അങ്ങനെയാണെങ്കിൽ അവൾ കൺട്രോളായ ഒരു സ്ഥലത്ത് ഇരിക്കുമോയെന്ന് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു പരീക്ഷണമായിട്ട് എൻ്റെ അപ്പ എൻ്റെ ബാഗിനകത്തിരുന്ന് ബൈബിൾ എടുത്തുകൊണ്ട് വന്ന് എൻ്റെ കയ്യിൽ തന്നിട്ട്, യേശുവെ എൻ്റെ കൊച്ചിനെ ഒരു സ്ഥലത്ത് ഇരുത്തണമേ എന്ന് പറഞ്ഞ് അപ്പയ്ക്ക് അറിയാമത്ത രീതിയിൽ അങ്ങനെ പറഞ്ഞ് ബൈബിൾ എൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ ഞാൻ ശാന്തമായി അവിടെ കിടക്കുവാനിടയായി. അപ്പോൾ അപ്പയ്ക്ക് ഒരു മനസ്സിൽ ഒരു ചിന്ത വന്നു. അന്ന് ആ സമയത്ത് ഓടിച്ചെന്ന് വിളിക്കാനോ പറയാനോ ഒന്നും ആരും ഇല്ലാതെ ഇരുന്നപ്പോൾ എനിക്ക് ഈ ബൈബിൾ ആ കൊച്ചിൻ്റെ കയ്യിൽ കൊടുത്തപ്പോഴാണല്ലോ ആ കൊച്ച് കൺട്രോളായിട്ട് അവിടെ ഒരു സ്ഥലത്ത് കിടക്കുവാനിടയായത്. അങ്ങനെയാണെങ്കിൽ ആ ദൈവം സത്യദൈവമാണോ എന്നൊന്ന് പരീക്ഷണം നടത്തിയേക്കാന്ന് ഓർത്ത് അന്ന് രാവിലെ വെളുപ്പിന് എഴുന്നേറ്റപ്പോൾ എൻ്റെ അപ്പ പറഞ്ഞു, നമുക്കൊരു സ്ഥലം വരെ പോകാം ബാ എന്ന് പറഞ്ഞ് എന്നെ ഒരുങ്ങാൻ പറഞ്ഞ് എന്നെ ഒരുക്കി ഒരു ഓട്ടോയിൽ കയറ്റി. എനിക്ക് അന്ന് മഞ്ഞപ്പിത്തോ കരൾ വീങ്ങിയിട്ട് നടക്കാൻ ഒരു സ്റ്റെപ്പ് പോലും എടുത്തു വെക്കാൻ പറ്റില്ല. തീരെ കിടപ്പായിട്ട് ശരീരമൊക്കെ തീരെ മെലിഞ്ഞ് വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഡോക്ടർമാരൊക്കെ പറഞ്ഞു ഈ കരൾ വീങ്ങിയിട്ട് ബ്ലഡിലെല്ലാം മഞ്ഞപ്പിത്തം പകർന്നു കഴിഞ്ഞു, അതുകൊണ്ട് ഇവൾക്ക് രക്ഷയില്ല. ഇനി ഞങ്ങൾക്ക് പറ്റുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും കൊടുത്തു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവം അനുവദിച്ചാൽ അവൾക്ക് ആയുസ് തന്നാലേ ഉള്ളൂ, അല്ലെങ്കിൽ അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഡോക്ടർമാർ കൈവിട്ട ഒരവസ്ഥയിലാണ് ഞാൻ കിടപ്പായതും. അന്ന് തൊട്ടാണ് ഈ മന്ത്രവാദിയുടെ അടുത്ത് പോകുവാനിടയായതൊക്കെ. ആ സാഹചര്യത്തിൽ അപ്പയുടെ മനസ്സിൽ ഇങ്ങനെ തോന്നി, ഈ ബൈബിൾ കൊടുത്തപ്പോൾ ഈ കൊച്ച് ഒരു സ്ഥലത്ത് അടങ്ങിയിരുന്നത് കൊണ്ട് ആ ബൈബിൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ഒന്ന് കൊണ്ടുപോയി പ്രാർത്ഥിച്ച് നോക്കിയാലോ എന്നുള്ള ഒരു സംശയത്തിൻ്റെ പേരിൽ അന്ന് രാവിലെ എന്നെ ഒരുക്കി ഓട്ടോയിൽ കയറ്റി ഒരു ദേവദാസൻ തൊട്ട് ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ദേവദാസൻ്റെ അടുത്ത് എന്നെ കൊണ്ടുപോകാനിടയായി. അവിടെ ചെന്ന് ആ ദേവദാസൻ അന്ന് വെള്ളിയാഴ്ചയായിരുന്നു, അവിടെ ഉപവാസ പ്രാർത്ഥന നടക്കുന്ന ദിവസമാണ്. അന്ന് ആ ദേവദാസൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഇങ്ങനെ ഒരു സാഹചര്യങ്ങളെല്ലാം എടുത്ത് പറയുവാനിടയായി. അങ്ങനെ പറഞ്ഞപ്പോൾ ആ ദേവദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, ഈ കുഞ്ഞിന് ഒരു അസുഖവും ഇല്ല, നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ ഈ പ്രാർത്ഥിക്കാം, ഈ കൊച്ചിന് രോഗസൗഖ്യം കർത്താവ് തന്നാൽ നിങ്ങൾ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യും എന്ന് ചോദിക്കുവാനിടയായി. അന്നേരം എൻ്റെ അപ്പ പറഞ്ഞു, എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് അപ്പോൾ പറഞ്ഞ് എൻ്റെ കുഞ്ഞിന് പൂർണ്ണമായി ഒരു വിടുതൽ ദൈവം തരുവാണെങ്കിൽ ആ ദൈവത്തിന് വേണ്ടി ഞാൻ നിന്നോളാം എന്ന് പറയുവാനിടയായി. ഒരു വാക്കായിട്ട് പറഞ്ഞെങ്കിലും ആ വിശ്വാസത്തോട് ആ ദൈവദാസൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അവിടെ ബോധം കെട്ട് വീഴുവാനിടയായി. കുറേ നേരം എഴുന്നിട്ടും അവിടെ ഇരുന്ന് ഉരുണ്ടലച്ച് ഒത്തിരി കരയുകയും ഒത്തിരി കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ ദേവദാസൻ പറഞ്ഞ്, ഇന്ന് ഒറ്റ ദിവസം വന്നാൽ പോരാ, നിങ്ങൾ ഒരു 3 വെള്ളിയാഴ്ചയെങ്കിലും ഈ കുഞ്ഞിനെയും കൊണ്ട് നിങ്ങൾ വന്നാലേ ഇത് പൂർണ്ണമായി വിട്ടുമാറും. ഇത് ഒരു പൈശാചികൻ്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഡോക്ടർമാരുടെ അടുത്തൊന്നും പോകണ്ട, ഒരു മന്ത്രവാദിയുടെ അടുത്തും പോകണ്ട. യേശു കർത്താവ് സൗഖ്യദായകനാണ്, നിങ്ങൾ വിശ്വസിച്ച ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് പറയുവാനിടയായി. എൻ്റെ അപ്പോൾ ആ ഒറ്റ വാക്കിൽ വിശ്വസിച്ചു, യേശുവിനെ സ്വന്തം രക്ഷകരായിട്ട് സ്വീകരിച്ചു. എൻ്റെ പൂർണ്ണമായി ആരോഗ്യത്തോടെ ഞാൻ മടങ്ങി വന്നാൽ എൻ്റെ കർത്താവിന് വേണ്ടി ജീവിച്ചോളാം എന്നൊരു തീരുമാനം എടുത്തു. ആ തീരുമാനത്തിന് പ്രകാരം ആ ദൈവദാസനും ആ സഭയും ഒരുമിച്ച് അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി. അങ്ങനെ 3 ആഴ്ചകൾ, ആ 3 വെള്ളിയാഴ്ച എന്നെയും കൊണ്ട് എൻ്റെ അപ്പയും അമ്മയും പോകാനിടയായി. ആ 3 ആഴ്ചകളിലും ഓരോ ദിവസം ഏതൊക്കെയാണ് ദൈവമെന്ന് ആരാധിച്ചോ, ഏതൊക്കെയാണ് ഞങ്ങളെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് ആരാധിക്കുകയും പൂജിക്കുകയും കർമ്മങ്ങൾ നടത്തുകയും ചെയ്ത ഓരോരോ ദൈവങ്ങളും യേശുവിൻ്റെ മുൻപിൽ യേശുവിൻ്റെ നാമം പറഞ്ഞ് സത്യം ചെയ്ത് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പോകുവാണേ എന്ന് പറഞ്ഞ് ബൈബിളിനകത്ത് കൈ വെച്ച് സത്യം ചെയ്തിട്ട് ഓടിപ്പോകുന്ന ഒരു അനുഭവം എൻ്റെ അപ്പ കണ്ണുകൊണ്ട് കാണുവാനിടയായി. അതിനു മുമ്പ് എൻ്റെ അപ്പ ഒരുപാട് സേവയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. ഹിന്ദു ആരാധനയിൽ, അതായത് ഈ ഭദ്രകാളി അതുപോലത്തെ ഓരോരോ ദേവികളെയൊക്കെ ഈ കോഴി, ആട് ഇങ്ങനെയൊക്കെ ബലിയൊക്കെ കൊടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഒരു പരിഹാരത്തിന് അവർ കോഴി, ആട് ഇങ്ങനെ കൊണ്ടുപോയി ബലി കൊടുത്താണ് അതിനകത്ത് നിന്ന് അവർക്ക് വിടുതൽ ഉണ്ടാകുന്നു അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളായിരുന്നു.
ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരു ബലിയും കൊടുക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകുക എന്ന് പറയുമ്പോൾ ഓരോ ശക്തികളും ഇങ്ങനെ ഇളകി മറിഞ്ഞ് യേശുവിൻ്റെ നാമം പറയുമ്പോൾ വിട്ടുമാറി പോകുന്നത് അത് എൻ്റെ അപ്പ കണ്ണുകൊണ്ട് കാണുവാനിടയായി. അപ്പോൾ ഇത്രയും നാളും ഞാൻ ആരാധിച്ചതെല്ലാം യേശുവിൻ്റെ മുമ്പിൽ ഒന്നും അല്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തുവാൻ ദൈവം അങ്ങനെ ഒരു അത്ഭുതം ദൈവം എൻ്റെ അപ്പയുടെ മുമ്പിൽ ചെയ്യുവാനിടയായി. ഓരോ ദിവസവും ആ 3 ആഴ്ചകളിലും അങ്ങനെ എൻ്റെ ശരീരത്തിൽ നിന്ന് ഓരോരോ ദേവി എന്ന് പറയുന്ന ഓരോ ശക്തിയാന്ന് പറയുന്നത് അതാത് സാദൃശ്യങ്ങളൊക്കെ കാണിച്ച് അതിൻ്റെ ശക്തിയെ ദഹിച്ചു പോകുന്നത് എൻ്റെ അപ്പ കണ്ണുകൊണ്ട് കാണുവാനിടയായി. അത് കഴിഞ്ഞ് എൻ്റെ വിദ്യാഭ്യാസത്തിന് തടസ്സമായിട്ട് എനിക്ക് ശരീരത്തിൽ എൻ്റെ ഭക്ഷണത്തിൽ കൂടി കൊടുത്തിരുന്ന കൈവശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഛർദ്ദിച്ച് പോകുവാനിടയായി. ഛർദ്ദിച്ചപ്പോൾ അത് എന്താണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ അതേപടി വന്ന് വീഴുന്ന ഒരവസ്ഥ കാണുവാനിടയായി. അവിടെ ഞങ്ങൾ വേറെ ഡ്രസ്സോ ഒന്നും എടുത്തിട്ടില്ല. അന്നേരം എൻ്റെ ചുടിദാറിൽ കൂടെ ഇട്ടിരുന്ന ഷാൾ വെച്ചാണ് എൻ്റെ അപ്പ അതെല്ലാം തുടച്ച് ആ സഭയിൽ പായെല്ലാം പറ്റിപ്പോയപ്പോൾ അതെല്ലാം എടുക്കുവാനിടയായി. എടുത്ത് വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് അത് മൊട്ടായി രൂപത്തിൽ കൊടുത്ത എല്ലാ സാധനങ്ങളും ഈ ഛർദ്ദിച്ചപ്പോൾ അതെല്ലാം തിരിച്ചു വരുന്നത് എൻ്റെ അപ്പ കണ്ണുകൊണ്ട് കാണുവാനിടയായി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അപ്പ കണ്ണുകൊണ്ട് കണ്ടപ്പോൾ അന്ന് മനസ്സിലായി യേശു മാത്രമേ ദൈവമുള്ളൂ, യേശുവിൻ്റെ മുമ്പിൽ വേറെ ഒന്നുമില്ല എന്നുള്ള സത്യം അപ്പയ്ക്ക് മനസ്സിലാകുവാനിടയായി. അത് കഴിഞ്ഞപ്പം അങ്ങനെ ദൈവം എന്നെ പൂർണ്ണമായി അവിടെ വിടുതൽ തരുവാനിടയായി. മഞ്ഞപ്പിത്ത രോഗിയെന്ന് ഉള്ള വിധിയെ ദൈവം മാറ്റി എഴുതി. ഏത് ഡോക്ടറാണോ എനിക്ക് ഞാൻ മരിച്ചു പോകുമെന്ന് എഴുതിയോ ആ ഡോക്ടർ അവരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് തന്നെ നിങ്ങൾ പരിശോധിച്ചോ, ഇനി ഈ കൊച്ചിന് ഒരു അസുഖവും ഇല്ല എന്ന് പറഞ്ഞ് ആ ദൈവദാസൻ പ്രാർത്ഥിച്ച് എന്നെ വിടുവാനിടയായി. അന്ന് അവിടെ നിന്ന് പോയപ്പോൾ ഒരു ഡോക്ടറിൻ്റെ അടുത്താണ് കൊണ്ടുപോയത്. അവിടെ ചെന്ന് എനിക്ക് എല്ലാ ടെസ്റ്റ് എടുത്തപ്പോൾ എൻ്റെ ശരീരത്തിൽ അങ്ങനെ ഒരു അസുഖമേ ഇല്ല എന്ന് റിസൾട്ട് അവർ തരുവാനിടയായി. ഈ രോഗം എവിടെ പോയി? എൻ്റെ കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കി തന്നു. ആ വിടുതൽ തന്ന ദൈവത്തിന് വേണ്ടി എൻ്റെ അപ്പ മദ്യം ഉപേക്ഷിച്ചു. പുകവലിയിൽ നിന്ന് വിടുതൽ ദൈവം നൽകി. എൻ്റെ അപ്പ പൂർണ്ണമായി യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കുവാനിടയായി. എൻ്റെ അപ്പ മദ്യപാനം കഴിക്കാതെ ഈ പുകവലിയെല്ലാം നിർത്തി നടക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ചിറ്റപ്പന്മാരെല്ലാം നല്ല മദ്യപാനികളായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും തന്നെ കുടിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അവരെല്ലാം എൻ്റെ അപ്പയിൽ വന്ന് മാറ്റം കണ്ടിട്ട് അവരെല്ലാം അതെല്ലാം മാറ്റി ദൈവത്തിന് യേശു കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ തുടങ്ങി. ഓരോ ചിറ്റപ്പനും എല്ലാവരും തന്നെ യേശുവിൻ്റെ നാമത്തിൽ സ്നാനങ്ങൾ എടുക്കുവാൻ ഇടയായി. അങ്ങനെ എൻ്റെ കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിൽ പൂർണ്ണമായ ഒരു വിടുതൽ നൽകുവാൻ ഇടയായി. എൻ്റെ അമ്മ സ്നാനപ്പെട്ടു, എൻ്റെ സഹോദരനും സഹോദരി എല്ലാവരും സ്നാനപ്പെട്ട് ഞങ്ങൾ കുടുംബമായി കർത്താവിന് വേണ്ടി നിൽക്കുവാനിടയായി. അതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മയുടെ ആൾക്കാരും അപ്പയുടെ ആൾക്കാരുമായിട്ട് ഒത്തിരി പേര് ഞങ്ങളെ പരിഹസിക്കും. നിങ്ങൾക്ക് കല്യാണം ഉണ്ടാവില്ല, കമ്മൽ മാലയില്ലാതെ നടക്കുന്നു എന്നൊക്കെ പരിഹസിച്ചവരുടെ മുമ്പിൽ ദൈവം 5 വർഷത്തിനുള്ളിൽ തന്നെ എൻ്റെ അപ്പയ്ക്ക് 3 പേരുടെ വിവാഹം നടത്തുവാൻ ഒരു പൈസ പോലും കടം പേടിക്കാതെ ദൈവം ഞങ്ങളെ മാന്യമായിട്ട് കല്യാണം നടത്തി തരുവാൻ ദൈവം സഹായിച്ചു. എൻ്റെ അപ്പ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും കൂട്ടി വെച്ചിട്ടില്ല. കുടിച്ച് മദ്യപാനത്തിൻ്റെ ലഹരിയിൽ ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ കുടുംബത്തിൻ്റെ നാശങ്ങളെല്ലാം മാറ്റി യേശു കർത്താവിനെ സ്വീകരിച്ചതിന് മുഖാന്തരം എൻ്റെ അപ്പയെ ആണിക്കുവാൻ ദൈവം ഇടയായി. അത് ആ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ വിശ്വസിച്ചത് കൊണ്ട് ഞങ്ങൾ കുടുംബമായിട്ട് ദൈവത്തെ വേണ്ടി ജീവിക്കുവാനും ദൈവം സഹായിച്ചു. ആ 3 വൈദങ്ങൾക്കും ദൈവം നല്ലൊരു ജീവിതം നൽകുവാനിടയായി. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ പിന്നെയും ദൈവം ഓരോ ദിവസം അത്ഭുതകരമായി നടത്തി. ഞാനിങ്ങനെ ദൈവത്തോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ദൈവം നൽകുവാനിടയായി. അനവധി ചോദ്യങ്ങൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു. കർത്താവേ ഇങ്ങനെ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കും, എന്തുകൊണ്ടാണ് മഞ്ഞപ്പിത്തം ഇവൾക്ക് ഇങ്ങനെ ഒരു രോഗം വരാൻ, ഇവരുടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു രോഗം വന്ന് ഇങ്ങനെ വിടുതലാകണോ, അതിനു മുമ്പ് ഇവരുടെ അപ്പയും അമ്മയും കൂടെ സൗഖ്യമാക്കാൻ കഴിയില്ലേ എന്നൊക്കെ പലരും ചോദിച്ചപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചപ്പോൾ എനിക്കിങ്ങനെ ദൈവവചനത്തിൽ കൂടി ഒരു തെളിവ് ദൈവം തരുവാനിടയായി. യേശുവിനോട് ശിശുമാർ ചോദിക്കുന്നു, ഒരു കുരുടൻ ഇവൻ ഈ ജന്മനാവേ അവൻ കുരുടനായി ജനിച്ചത് ഇവൻ ചെയ്ത പാവമാണ്, അവരുടെ അപ്പനും അമ്മയും ചെയ്ത പാവമാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ യേശു കർത്താവ് പറയുന്നത്, ഇവൻ്റെ അപ്പനമ്മ ചെയ്ത പാവമോ ഇവൻ ചെയ്ത പാവമോ അല്ല, ഇവൻ മുഖാന്തരം ദൈവനാമം മഹത്വമാകുവാൻ വേണ്ടിയാണെന്ന് കർത്താവ് പറഞ്ഞ ആ കാര്യം എനിക്ക് പിന്നെ ദൈവം ഓർപ്പിച്ച് തരുവാനിടയായി. അതുപോലെ എനിക്കിങ്ങനെ ഒരു രോഗം വരുവാനും എനിക്കിങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടി നടന്നു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായതെല്ലാം എൻ്റെ കർത്താവ് നന്മയാക്കി തീർക്കുവാനിടയായി.
എൻ്റെ അപ്പ പൂർണ്ണമായി കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. എൻ്റെ അപ്പയും എൻ്റെ അമ്മയും എൻ്റെ സഹോദരൻ സഹോദരി എല്ലാം കർത്താവിന് വേണ്ടി ഇറങ്ങുവാനിടയായി. ഞങ്ങളുടെ കുടുംബത്തെ ദേശത്തിൻ്റെ നടുവിൽ ദൈവം തല ഉയർത്തുവാൻ ദൈവം കൃപ തന്നു. ആ നല്ല ദൈവത്തിന് വേണ്ടി എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല. അത് മാത്രമല്ല, എനിക്ക് വിവാഹം നടന്ന ആ സമയങ്ങളിൽ എല്ലാവരും പറഞ്ഞു നിനക്കൊരു വിവാഹം നടക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കറുത്ത് എൻ്റെ അനിയത്തിമാരെക്കാളും ഏറ്റവും ഒരു സൗന്ദര്യമില്ലാത്ത ഒരു സഹോദരിയാണ്. എങ്കിലും ദൈവം എനിക്ക് മാന്യമായ ഒരു നല്ല ജീവിതം ആ സഹോദരിമാർക്ക് കിട്ടിയതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ജീവിതം ദൈവം എനിക്ക് തരുവാനിടയായി. അത് കഴിഞ്ഞും പിന്നെയും തുടർന്ന് എനിക്ക് ഒരു തലമുറ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ശത്രു ബാധിച്ചപ്പോൾ അവിടെയും എനിക്ക് 2 തലമുറയെ ദൈവം നൽകി. ദൈവം മാനിക്കുവാനിടയായി. യൂട്രസ് എടുത്തു കളയണം, കുഞ്ഞ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഡോക്ടർമാർ വിധി എഴുതിയപ്പോൾ ആ വിധിയെല്ലാം മാറ്റി എഴുതിക്കൊണ്ട് ദൈവം എനിക്ക് 2 കുഞ്ഞുങ്ങളെ 2 വർഷത്തിനും 2 കുഞ്ഞുങ്ങളെ അടുത്തടുത്ത് തന്നെ. ഒരു കുഞ്ഞ് ഉണ്ടായപ്പോൾ തന്നെ ഡോക്ടർമാർ പറഞ്ഞു അടുത്ത കുഞ്ഞ് ഉണ്ടാവില്ല, അത് അസാധ്യമെന്ന് പറഞ്ഞു. ദൈവം അത് സാധ്യമാക്കി തന്നു. ഒരു കുഞ്ഞ് ഉണ്ടായി 10-ാം മാസത്തിൽ തന്നെ അടുത്ത ഒരു കുഞ്ഞും ദൈവം എനിക്ക് തരുവാനിടയായി. അങ്ങനെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ലെന്നുള്ളത് ദൈവം തെളിയിക്കുവാനിടയായി. ആ നല്ല ദൈവത്തെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല. ചൊവ്വ ദിവസം എന്ന് പറഞ്ഞ് പലരും പറയുന്നുണ്ട് കല്യാണം നടക്കൂല, കല്യാണം കഴിച്ചാൽ ആ ഭർത്താവ് മരിച്ചു പോകുമെന്ന്. ഞാൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. 2001 എനിക്കിങ്ങനെ ഒരു അസുഖം വരുവാനിടയായത്. ഇന്ന് 2026 ജീവിച്ച് ദൈവത്തിന് വേണ്ടി മഹത്വപ്പെടുത്തുവാൻ, ദൈവനാമത്തെ മഹത്വപ്പെടുത്താൻ ഇങ്ങനെ ഒരു അവസരത്തെ ദൈവം എനിക്ക് നൽകുവാനിടയായി. എൻ്റെ ഭർത്താവ് ആരോഗ്യമോടെ ആയുസ്സോട് ദൈവം ഇപ്പോഴും നടത്തുന്നുണ്ട്. ഞങ്ങൾ സന്തോഷകരമായി ദൈവം ഞങ്ങളെ നടത്തുന്നു. ആ നല്ല ദൈവത്തെ എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. ഇത്രയും പറയുവാൻ സർവശക്തനായ ദൈവം എനിക്കൊരു ഭാഗ്യം ഈ ചാനലിൽ കൂടി തന്നതിനെ ഓർത്ത് ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു.